ഹലോ ഇക്ക. ഹലോ സിനോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? വാലേക്കും അസ്സലാം. സുഖാണ് ഇക്ക. എന്തൊക്കാന്റെ പാട്? സുഖം തന്നെയല്ലേ? കൊഴപ്പൊന്നുമില്ലല്ലോ അവിടെ? ഇവിടെ ഒരു കുഴപ്പമില്ല സിനോ. ഞാനേ ഡ്യൂട്ടിക്ക് ഇറങ്ങാൻ നിക്കേന്ന്, അപ്പൊ ഒന്ന് വിളിച്ചതാ. ഉമ്മ ഇവിടെ? ഇതമ്മ അടുക്കളയിലുണ്ട് ഇക്ക. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ഇവിടെ വേറെ കൊഴപ്പൊന്നുമില്ല ഇക്ക. പിന്നെ ഇമ്മ ഇടക്ക് എന്നോട് ഇങ്ങനെ കാരണമില്ലാതെ ദേഷ്യപ്പെടും. പൊന്നു സിനോ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ ഉമ്മാന്റെ സ്വഭാവത്തെ പറ്റി. ഉമ്മാക്ക് നിന്നോട് സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല, എന്തെങ്കിലും തെറ്റ് കണ്ട് മുഖത്ത് നോക്കി പറയും. അതിപ്പോ സമയവും സന്ദർഭവും നോക്കില്ല. പിന്നെ പഴയ ആളുകളല്ലേ, അവർ കണ്ടതും പഠിച്ചതും അങ്ങനെയാണ്. അതൊക്കെ എനിക്കറിയക്ക. എന്നാലും ചില സമയത്ത് ഉമ്മാന്റെ സംസാരം കേൾക്കുമ്പോ സങ്കടം വരും. വേറെ പ്രശ്നമൊന്നും ഇല്ലക്ക. ഞാനിപ്പോ എനിക്കൊരു ചെറിയ സങ്കടം വന്നപ്പോ ഞാൻ ഇക്കാനോട് പറഞ്ഞു തന്നെ ഉള്ളു. വേറെ പ്രശ്നമൊന്നും ഇവിടെ ഇല്ല. ഇത് വിട് സീനോ, ഞാനേ വെക്കാണ്, വൈകിട്ട് വിളിക്കാം. ഉമ്മാനോട് വിളിച്ചീന്നു പറ. ആയിക്കോട്ടെക്ക. എന്നൊക്കെ വൈകിട്ട് വിളിക്ക്. എടി മോളെ, വിറ്റടി കഴിഞ്ഞോ? കഴിഞ്ഞു. ഈ ഭാഗം തന്നെ ഉള്ളു. നമുക്ക് ഇന്ന് വൈകിട്ടേക്കേ ഇലയട ഉണ്ടാക്കണം കേട്ടോ. ആ പിന്നെ മോളെ, ഇമ്മ ഇന്നലെ പറഞ്ഞൊന്നും മനസ്സിൽ വെക്കണ്ട കേട്ടോ. ഉമ്മ അപ്പത്തെ ഒരു ഇതിന് പറഞ്ഞതാണ്. അതൊന്നും സാരല്ല അമ്മ. എന്തൊരു ചൂടാണ് ബീസ്. പുറത്തേക്ക് ഇറങ്ങാൻ വയ്യ. മഴ ഇല്ലെങ്കിൽ പിന്നെ പറയും വേണ്ട. അല്ല, അന്റെ മരുമോളെവിടെ? ഓളവിടെ ഉണ്ട്. ഞാൻ കരുതിന്ന ഓളെ പെരേക്ക് വിരുന്ന് പോയിട്ടുണ്ടാവുന്ന്. ഇപ്പത്തെ പെൺകുട്ടികളൊക്കെ പിന്നെ അങ്ങനെയാണല്ല. അത് കദീസോ, എന്നു മുതലാ സ്വന്തം വീട്ടിക്ക് പോണത് ഒരു വിരുന്നുകാരിയായിട്ടാവണത്? അന്റെ മോൾ എന്റെ വീട്ടിക്ക് ഒരു വിരുന്നുകാരിയായിട്ടാ വരണിച്ചിട്ട് എല്ലാ വീട്ടിലും അങ്ങനെ ആവണമെന്നുണ്ടാ? ഇന്റെ നബീസോ, ഞാൻ അങ്ങനൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ഏതായാലും അടുക്കളേക്ക് വായോ. ഞാനേ ഈ തേങ്ങ ഒന്ന് പൊളിച്ചിട്ട് കറി വെക്കാണ്ട്. ഞാൻ കണ്ടു വരാം. അല്ലേലും മരുമക്കളെ ഇടക്കൊക്കെ ഒന്ന് പെരേ പോണം. പെറ്റ ഉമ്മാനെക്കാട്ടിയും വരില്ലല്ലോ ഇപ്പൊ ഒന്ന് മറ്റൊന്നും. ഇത്താന്റെ മോൾക്കെ കെട്ടിച്ച വീട്ടിലെ കണ്ടകശിനിയാണല്ലേ? അല്ല, ഇടക്കിടക്ക് ഓടി വന്നുകാണ്ടേ 10-20 ദിവസം ഇവിടെ നിക്കണ കാണാ. മോളെ ഞാൻ വെറുതെ. ഇത്താന്റെ മോൾക്കെ കെട്ടിയോന്റെ വീട്ടിലെ സന്തോഷം ഉണ്ടാവണമെന്നുണ്ടെങ്കിലേ കെട്ടിയോന്റെ ഉമ്മ മാത്രം വിചാരിച്ചാ പോരാ, സ്വന്തം ഉമ്മയും കൂടി വിചാരിക്കണം. ഈ എരുതിയിൽ എണ്ണ ഒഴിച്ചുകൊണ്ട് രണ്ടാക്കി മാറ്റണ ഈ കലാപരിപാടി ഉണ്ടല്ല, അതാദ്യം നിർത്തണം. ഇത്ത സ്വന്തം മോളെ ഉപദേശിക്കാൻ നോക്ക്. കൊള്ളാല നബീസ എന്റെ മരിയോള്. ഒന്ന് പറഞ്ഞ 4 പറയുന്ന സ്വഭാവം. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിലേ അന്റെ ഗതി അതോ ഗതി. ഇവളൊക്കെ വരച്ചു വരെ നിർത്തിയാലേ അനക്ക് കൊള്ളാം. പറയേണ്ടടുത്തേ പറയേണ്ട കാര്യങ്ങൾ പറയാനേ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു ചങ്ങലയിലേ ഞാൻ എന്റെ മരിയോളെ കെട്ടിട്ടിട്ടു ചെയ്യാ. പിന്നെ ഞാൻ എന്റെ മരിയോളെ ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിലേ അവളെ നല്ലതിന് മാത്രാണ്, അല്ലാതെ പരസ്പരം തല്ലുകൂടിയിട്ട് രസിക്കാൻ വേണ്ടിയിട്ടല്ല. പിന്നെ അടുത്ത വീട്ടിൽ എന്താ നടക്കണെന്നുള്ളത് എത്തി വലിഞ്ഞു നോക്കിയിട്ട് ആരും തല പൊണ്ണാക്കണ്ട. സ്വന്തം വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി.
എന്റെ നബീസോ, ഇക്ക് ഇപ്പളാ ഓർമ്മ. എന്റെ കോഴിക്കളെ ഞാൻ ഇത്ര നേരമായിട്ട് ഞാൻ വിട്ടിട്ടില്ല. ഞാനേ പോട്ടെ, ഐറ്റങ്ങൾക്ക് തീറ്റയും കൊടുത്തിട്ടില്ല. ഇവിടെ എന്താ നടക്കുന്നു നടക്കാൻ വേണ്ടിട്ട് വരും. ആലോ, സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ നോക്കാം ആർക്കും വെച്ച ഓരോരോ കീടങ്ങള്. എന്താ മോളെ, ചൂട് ഇത്തിരി കൂടുതലല്ലേ? ഞാൻ നല്ല അസല് തണുത്ത വെള്ളം എടുക്കട്ടെ, ഉള്ളൊന്ന് തണുക്കട്ടേന്നേ.